അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹിൽ അദീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിർ വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وإن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين وكل دعوى النبوة بعده فغي وهوى വഹുവൽ മബ്ഊസ് ഇലാ ആമത്തിൽ ജിന്നി വകാഫത്തിൽ വറ. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിലെ ഓരോ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഖബറാളികളോട് പറയപ്പെട്ടാൽ തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് വല്ല കൊതിയുമുണ്ടോ, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ എന്നവരോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ ലതമന്നൗ, തീർച്ചയായും അവരാഗ്രഹിക്കും യൗമും മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസം. മരണപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് ഇനി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കൊതിക്കുക ദുനിയാവിലെ റമദാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ അത്രമാത്രം മഹത്വമുള്ള, അത്രമാത്രം നമുക്ക് സ്വർഗം നേടാൻ എളുപ്പമുള്ളതാണ് റമദാനിൻ്റെ ദിവസങ്ങൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തെ പരിചയപ്പെടുത്തിയത് ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹുവുൻ. ലഇബും ലഹുവും. ലഇബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് സുഖമുള്ള കാര്യങ്ങളാണ്. ലഹു എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സുഖങ്ങളാണ്. അപ്പോൾ ദുനിയാവിൽ മനുഷ്യൻ എന്താണ് കൊതിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ ചില സുഖങ്ങൾ, മനസ്സിൻ്റെ ചില ആനന്ദങ്ങൾ, ചില അലങ്കാരങ്ങൾ, സീനത്ത്. ഈ ആയത്ത് അല്ലാഹു എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന വിഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ശരീരത്തിന് സുഖങ്ങൾ ഉണ്ടാകണം. അതിന് ഭക്ഷണം, വിവാഹം, മറ്റു വിനോദങ്ങൾ, മാനസികമായ ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടാകണം. പക്ഷെ ഇതിൻ്റെയൊക്കെ പിറകെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവമാണ് എന്നതാണ്. അതിനിടയിൽ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ചില ചിന്തകൾ, നമ്മുടെ മുൻഗാമികളുടെ കണ്ണ് നനച്ച ചില രംഗങ്ങൾ, അതുമാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം, ലൗ റഅയ്തും മാ റഅയ്ത്, ഞാൻ കണ്ട ചില കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീല, പിന്നെ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ. ധാരാളമായി ചിരിക്കാൻ മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുകയില്ല. വലബക്കൈത്തും കസീറ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ധാരാളം ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, ദുനിയാവിൻ്റെ ആനന്ദങ്ങളുടെ പിറകെ നമ്മൾ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചിരി കുറയും, നമ്മുടെ ആനന്ദങ്ങൾ കുറയും. പൊട്ടിച്ചിരിക്കാൻ നമ്മൾ മറന്നുപോകും. ഒറ്റയ്ക്കിരുന്ന് നമ്മൾ കണ്ണുനീർ പൊടിക്കും, നമ്മൾ കരയും. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ എന്താണ് ആ കാഴ്ച, എന്താണ് അങ്ങ് കണ്ടത്? പൊട്ടിച്ചിരികൾ നമ്മളെ തൊട്ട് മറപ്പിക്കുന്ന, നമ്മുടെ കണ്ണുകളെ നനക്കുന്ന എന്ത് കാഴ്ചയാണ് അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് കണ്ടിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തുൽ ജന്ന വന്നാർ, ഞാൻ സ്വർഗം കണ്ടു, നരകം കണ്ടു.
സ്വർഗവും നരകവും കണ്ട മനുഷ്യൻ, അതറിഞ്ഞ മനുഷ്യൻ, അവർ ധാരാളമായി കരയും, അവർ പൊട്ടിച്ചിരിക്കാൻ മറന്നുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുൻഗാമികളുടെ കണ്ണ് നനച്ച ഒരു രംഗമാണ് അവരുടെ നമസ്കാരങ്ങളിൽ അവരുടെ കണ്ണ് നനഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, നമസ്കാരത്തിൽ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കരച്ചിൽ എനിക്ക് വേർതിരിച്ചു മനസ്സിലാകും. കരയുന്നത് ഉമറാണോ കരയുന്നത് അബൂബക്കറാണോ എന്ന് ആ കരച്ചിൽ കേട്ടാൽ എനിക്ക് തിരിച്ചറിയും എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവരുടെ കണ്ണുകൾ നമസ്കാരത്തിൽ നിറഞ്ഞിട്ടുണ്ട്. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ എത്തുമ്പോൾ അവർ നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ചു. സ്വർഗത്തെ തൊട്ടുള്ള ആയത്തുകൾ എത്തുമ്പോൾ അവർ സ്വർഗത്തെ ചോദിച്ചു അള്ളാഹുവിനോട്. അതെന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഖുർആനിനെ ജീവിതമാക്കുക എന്നതൊരു അനുഭവമാണ്. ഖുർആനിനെ തദബ്ബുർ നടത്തുക എന്നതൊരു അനുഭവമാണ്. ആ തദബ്ബുർ നടത്താൻ, ഖുർആനിൻ്റെ മുന്നിൽ ഹൃദയം തുറക്കാൻ, ഖുർആൻ പഠിക്കാൻ അവർക്ക് സാധിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അവസാന നമസ്കാരങ്ങൾ പറയുന്നിടത്ത് നമുക്ക് കാണാം, സൂറത്തുൽ യൂസുഫ് അദ്ദേഹം ധാരാളമായി പാരായണം ചെയ്യുമായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സുബൈ നമസ്കാരത്തിൽ ധാരാളമായി ഓതിയിരുന്ന സൂറത്താണ് സൂറത്തു യൂസുഫ്. സൂറത്തു യൂസുഫിൻ്റെ പ്രത്യേകത ഒരാളുടെ സങ്കടങ്ങൾ നീക്കുമെന്നാണ്. ആ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ പരീക്ഷണമായി തോന്നില്ല, നമ്മുടെ സങ്കടങ്ങൾ സങ്കടമായി തോന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു അവസാന കാലഘട്ടത്തിൽ സൂറത്തുൽ യൂസുഫ് പാരായണം ചെയ്ത് സുബഹി നമസ്കാരം നിർവഹിക്കുന്നു. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസിനി ഇലല്ലാഹ് എന്ന ആയത്തെത്തിയപ്പോൾ സ്വഹാബികൾ പറയുകയാണ്, ഏറ്റവും പിറകിലത്തെ സൊഫിൽ ഉമറിൻ്റെ കരച്ചിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വാക്കാണ്, അള്ളാഹുവേ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വേവലാതികൾ, എൻ്റെ പ്രയാസങ്ങൾ, ഇതെല്ലാം എനിക്ക് വെക്കാനുള്ളത് ഇലല്ലാ, എൻ്റെ റബ്ബിനോടാണ്. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഇറക്കി വെക്കുന്നത് എൻ്റെ റബ്ബിലാണ്. ഉമർ റളിയല്ലാഹു തആല ആയത്തെത്തിയപ്പോൾ ആലോചിച്ചു, പടച്ചോനെ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന് സങ്കടങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വെക്കാൻ കഴിഞ്ഞല്ലോ, ഉമറിന് അതിന് കഴിയുന്നില്ലല്ലോ. ഉമറിൻ്റെ സങ്കടങ്ങൾ ഇപ്പോഴും എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെക്കാൻ, ഉമറിൻ്റെ റബ്ബിനോട് പറയാൻ ഉമറിന് കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് പൊട്ടിപ്പൊട്ടി കരയുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖത്താദ റളിയല്ലാഹു തആല അൻഹു, ഖത്താദത്ത് ഇബ്നു നുഅ്മാൻ, അദ്ദേഹം രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. നമ്മുടെ പള്ളിയിൽ ചിലപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റും സുദീർഘമായ രാത്രി നമസ്കാരങ്ങളായിരിക്കും. ഖത്താദ അദ്ദേഹം രാത്രി നമസ്കാരത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങി. തക്ബീറു ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. ലാ യഖ്റഉ ഇല്ലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആ രാത്രി അദ്ദേഹം പാരായണം ചെയ്ത ദൂരായത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഒരായത്ത് മാത്രം, യുറദ്ദിദുഹ, അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ലാ യസീദു അലൈഹ, അതിനു പുറമെ ഒരായത്തുകൂടെ ഓതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് ഒരായത്തു മാത്രം അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇമാം റാസി തഫ്സീർ എഴുതുന്ന സമയത്ത് പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹക്ക് 1000 പേജുള്ള തഫ്സീർ ഞാൻ എഴുതും. ആളുകൾ പറഞ്ഞു, അതെങ്ങനെയാണ് കഴിയുക? 1000 പേജോ? അത് അസംഭവ്യമായൊരു കാര്യമായിട്ട് ആളുകൾ പറഞ്ഞു. ബിസ്മിക്ക് 10000 പേജുള്ള തഫ്സീർ എഴുതിക്കൊണ്ടാണ് അതിന് ഇമാം റാസി മറുപടി നൽകിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമാത്രം ആഴത്തിൽ ചിന്തിക്കാൻ, ആഴത്തിലുള്ള തദബ്ബുർ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലുണ്ട്. ആ ആയത്തുകളിലേക്ക് സഞ്ചരിച്ചപ്പോൾ നമ്മുടെ മുൻഗാമികൾ അവരുടെ രാത്രി നമസ്കാരത്തിന് ഒരു ആയത്ത് മതിയായിരുന്നു. ആ ഒരു ആയത്തിൽ തന്നെ അവർ ചിന്തിച്ചു, അവരാവർത്തിച്ചു കൊണ്ടേയിരുന്നു, അവരുടെ ഹൃദയങ്ങളോട് അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. മഹാനായ ഖാസിം അദ്ദേഹം പറയുകയാണ്, റഅയ്തു സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈറിനെ ഞങ്ങൾ കണ്ടു. സ്വഹാബിയാണ്.
ഖാമ ലൈല, രാത്രി എഴുന്നേറ്റ് അദ്ദേഹം നമസ്കരിക്കുകയാണ്. ഫഖറഅ, അദ്ദേഹം പാരായണം ചെയ്തു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്ത് അദ്ദേഹം എത്തിയപ്പോൾ 20 തവണ ആ രാത്രി അദ്ദേഹം ആ ആയത്ത് പാരായണം ചെയ്തു. ഒരു രാത്രി 20 തവണ ആ ആയത്തു തന്നെ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. നമുക്കില്ലാത്തതും നമ്മുടെ മുൻഗാമികൾക്കുള്ളതുമായ ഒരു അമലാണ് ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്നത്. നമുക്ക് നിസ്കാരമുണ്ട്, നമുക്ക് ദാനധർമ്മമുണ്ട്, നമുക്ക് മറ്റ് അമലുകളുണ്ട്. പക്ഷെ നമ്മുടെ മുൻഗാമികൾക്കുള്ള ഒരു അമലാണ്, അവരാൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറും, അവർ കളിതമാശകളിൽ നിന്ന് മാറും, ജനക്കൂട്ടങ്ങളിൽ നിന്ന് അവർ മാറും, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അവർ മാറും. അവരും അവരുടെ റബ്ബും ഒറ്റക്കാകും. അവരും അവരുടെ റബ്ബും ഒറ്റക്കാകുന്ന, അവരുടെ റബ്ബിനോട് തുറന്നു പറയുന്ന, അവരുടെ കണ്ണ് നനയുന്ന, ഹൃദയം കൊണ്ടവർ സംസാരിക്കുന്ന ദിനരാത്രങ്ങൾ അവർക്കുണ്ടായിരുന്നു. സഹാബി ഒറ്റക്കിരിക്കാൻ, ഒരാള് തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ എത്തി? നമ്മളും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുമല്ലോ. ആളുകൾ ചോദിക്കല്ലടാ എവിടെ എത്തി, എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, മോളെ കല്യാണമാണ്, അതാണ് ആലോചിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥയാണ്, എന്താണ് പത്രത്തിൽ കേൾക്കുന്നത്, വായിക്കുന്നത്, എന്താണ്? വീട് പണിയാണ് നമ്മുടെ ചിന്ത, മകളുടെ വിദ്യാഭ്യാസമാണ്, മകൻ്റെ വിദ്യാഭ്യാസമാണ്. സഹാബിയെ തട്ടിയിട്ട് ചോദിച്ചു, എവിടെ എത്തി? എവിടെയാണ് ഇപ്പം എത്തിയിട്ടുള്ളത്? മറുപടി, സിറാത്തിലെത്തി എന്നാണ്. ഞാൻ സിറാത്തിലെത്തി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മരണത്തെ ഞാൻ കണ്ടു. 3 കഷ്ണം തുണികളിൽ എന്നെ പൊതിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ, ജനാസയുടെ കൂടെ, എൻ്റെ ജനാസയുടെ കൂടെ ഞാൻ നടന്നു. പള്ളിയിൽ എൻ്റെ മയ്യത്ത് കൊണ്ടുവച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്കു വേണ്ടി പ്രാർത്ഥിച്ച് തക്ബീർ ചൊല്ലി അവർ നമസ്കരിച്ചു. എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റക്കായി. എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റക്കായി. നമ്മുടെ മുൻഗാമികൾ അവരുടെ മരണത്തിനു മുമ്പ് അവർ ഖബറിൽ ഒറ്റക്കായിട്ടുണ്ട്. അവരുടെ ഖബറിൽ ആദ്യ രാത്രിയെ അവരാലോചിച്ചിട്ടുണ്ട്. ഖബർ അവരുടെ കണ്ണ് നനച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുന്നത് ഖബറിനെ കുറിച്ചാണ്. ഹദീസിൽ കാണാം, അന്ന് ഖുതുബ കഴിഞ്ഞ് സ്വഹാബത്ത് തിരിച്ചു പോകുന്നില്ല, പള്ളിയിലിരിക്കാൻ. വീട് അവർ മറന്നു, കുടുംബം അവർ മറന്നു, കച്ചവടം അവർ മറന്നു. അവരവരുടെ ഖബറിൽ ഒറ്റക്കായി, അവരുടെ ഖബറിൽ അവർ തനിച്ചായി. സ്വഹാബി എന്താ പറഞ്ഞത്? ഞാൻ സിറാത്തിലെത്തി, മഹ്ശർ കണ്ടു. മരണത്തിനപ്പുറം അള്ളാഹുവിൻ്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചു. സിറാത്തിലെത്തിയിട്ട് അവർ നിൽക്കാൻ. അങ്ങനെ ഒറ്റക്കിരിക്കുന്ന ചില നിമിഷങ്ങൾ, ഒന്ന് സ്വയം വിചാരണക്കെടുക്കുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകണം. താബി പണ്ഡിതന്മാർ എപ്പോഴും പറയാറുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണക്കെടുക്കും, ഹക്കാണ്. എത്ര നിഷേധിച്ചാലും വരാനുള്ളതാണ് ഹിസാബ്. മഹ്ശറിന്റെ 2/3 ഭാഗം നരകമായിരിക്കും. നരകത്തെ കൺമുന്നിൽ കൊണ്ടുവന്നുകൊണ്ടാണ് വിചാരണ. നമ്മുടെ കൺമുന്നിൽ നരകത്തെ കൊണ്ടുവരും. ആ നരകത്തെ നമ്മൾ കാണും. നാവ് കൊണ്ടന്ന് സംസാരമില്ല. നമ്മുടെ നാവ് കൊണ്ട് സംസാരമല്ല. ഇവിടെ നമുക്ക് നാവ് കൊണ്ട് വാദിക്കാം, ജയിക്കാം, അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാം. നമ്മുടെ കൈകളാണ് സംസാരിക്കുക. നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ നമ്മൾ ചൂണ്ടുന്ന ഈ വിരല് സംസാരിക്കും. നമ്മൾ ചൂണ്ടുന്ന നമ്മുടെ ഈ വിരല് സംസാരിക്കും. നമ്മൾ പരതിയത്, നമ്മൾ സെർച്ച് ചെയ്തത്, നമ്മൾ കണ്ടത് നമ്മുടെ കൈകൾ പറയും. നമ്മൾ നമസ്കാരത്തിൽ ചൂണ്ടുന്ന ഈ വിരല് അന്ന് എന്തെല്ലാം പറയും, അന്ന് എന്തെല്ലാം സംസാരിക്കും. നമ്മൾ ഈ തോണ്ടിയതും ഈ നീക്കിയതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് കാണിക്കുന്നൊരു ദിവസമുണ്ട്. ആ വിചാരണയുടെ ദിവസത്തിന് മുമ്പ് ഹാസിബു, പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യ്. അപ്പൊ നമുക്ക് ചിലത് തിരുത്താനുണ്ടാകും. സലഫുകൾ കഫൻ പുടവ വീട്ടിൽ ഒരുക്കി വെച്ചിരുന്നു എന്നാണ്. ആ 3 കഷ്ണം തുണി അതിങ്ങനെ അലമാറയിൽ കാണുമ്പോൾ
ചിലതൊക്കെ മനസ്സിലിങ്ങനെ തോന്നും. ഈ തുണിയിൽ പൊതിഞ്ഞിന്നെ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ എൻ്റെ പിറകിൽ എനിക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ളവരാണല്ലോ, അവരോടാണല്ലോ എൻ്റെ പിണക്കം. അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ ഞങ്ങളുടെ സുഹൃത്തിന് പുറത്തു കൊടുക്കണേ എന്ന് എൻ്റെ ജനാസയുടെ പിറകിൽ നിന്ന് എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാണല്ലോ എൻ്റെ പിണക്കവും എൻ്റെ ദേഷ്യവും എൻ്റെ വൈരാഗ്യവും എന്ന് തോന്നുമ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ മനസ്സിൽ സമയമുണ്ടാകും. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വസ്സിനു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ അമലുകളൊന്ന് തൂക്കം നോക്കണം. വസ്സിനു, നിങ്ങളുടെ അമലുകളൊന്ന് തൂക്കൂ. ഈ തിരക്കിൽ നിന്ന് മാറി, ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി, നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷങ്ങളിൽ നിന്ന് മാറി, വസ്സിനു, നിങ്ങളുടെ അമലുകൾ എന്താണ്, നിങ്ങളുടെ തൂക്കം എന്താണ്? ഒന്ന് അമലുകളൊന്ന് തൂക്കം നോക്കൂ. ഖബ്ല അൻ തൂസനു, അല്ലാഹു തൂക്കുന്നതിന് മുമ്പ്. അല്ലാഹ് നമ്മളെ തൂക്കും, നമ്മുടെ അമല് മാത്രമല്ല, ഓരോ വ്യക്തിയെയും അവന്റെ അമലുകളെയും അല്ലാഹു തൂക്കം നോക്കും. ആ അമലുകൾ തൂക്കുന്നതിന് മുമ്പ്, നമ്മളെ തൂക്കുന്നതിന് മുമ്പ് നമ്മുടെ അമലുകളൊന്ന് തൂക്കം നോക്കണം. ഫഇന്നഹു അഖഫു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബു അൻഫുസകുമുൽ യൗം. ഇന്ന് വിചാരണ നടത്തുന്നവനാണ്, ഇന്ന് അമലുകൾ തൂക്കം നോക്കുന്നവനാണ് നാളെ വിചാരണ എളുപ്പമാകുക. നാളെ അള്ളാന്റെ വിചാരണ എളുപ്പമാകണോ? ഇവിടെ വിചാരണ ചെയ്യണം, ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, നമ്മുടെ പാപങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കണം, നമ്മുടെ അമലുകളുടെ തൂക്കമൊന്ന് നോക്കണം. ആ ഒരു ചിന്ത ഒന്നും ഇല്ലാത്തവനോ അവന് വിചാരണ പ്രയാസാണ്, അവന് വിചാരണ പ്രയാസാണ്. നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരാളെ കൂടെ നിർത്തുമായിരുന്നു മരണത്തെ ഓർമ്മിപ്പിക്കാൻ. ഉമറേ മരണമുണ്ട്, ഉമറേ നിനക്കൊരു മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ. താടി നരച്ചപ്പോ പറഞ്ഞയച്ചു, ഇനി വേണ്ട, ഇനി ഒരു ഉപദേശകൻ വേണ്ട. ഉമറിനോട് ഓരോ പ്രഭാതത്തിലും ഈ നര പറയുന്നുണ്ട്, ഉമറേ ആരെയാണ് കാത്തിരിക്കുന്നത്? നരച്ചു, ഇനി മരണമാണ് നിനക്കുള്ളത്, മരണത്തെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് എന്നെ ഉപദേശിക്കാൻ ഈ നരമതി എന്ന് ഉമർ റളിയല്ലാഹു തആല പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ അമലുകളൊന്ന് തൂക്കണം. നമ്മുടെ നമസ്കാരത്തിന് കനമുണ്ടോ? നമ്മുടെ നോമ്പിന് ആത്മാവുണ്ടോ? നമ്മുടെ ഖുർആൻ പാരായണത്തിന് ജീവനുണ്ടോ? പണ്ഡിതന്മാർ പറയാറുണ്ട്, 3 വിഭാഗം അവര് ഗുഹയിൽ അടഞ്ഞപ്പോ അവരുടെ അമലിന്റെ തൂക്കം കൊണ്ട് പാറ നീങ്ങിപ്പോയി. പാറയിൽ ഗുഹയുടെ ഉള്ളിൽ പെട്ടു, പാറ വന്നടഞ്ഞു. അവര് ചെയ്ത അമലുകൾ കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ആ അമലിന്റെ തൂക്കം കൊണ്ട് പാറ നീങ്ങിപ്പോയി. 4ാമതായി, നിങ്ങൾ ആ ഗുഹയിലുണ്ടെങ്കിൽ ഒരു പാറയെ നീക്കാനുള്ള ഖനമുള്ള ഒരു അമൽ നിങ്ങളുടെ കൈകളിലുണ്ടോ? എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ 4ാമതായി ആ ഗുഹയിലുണ്ടെങ്കിൽ അല്ലാഹുവേ എന്ന് വിളിച്ച് നമുക്ക് ചോദിക്കാൻ, നമുക്ക് പറയാൻ ഇഖ്ലാസുള്ള ഒരു അമൽ, ആരും അറിയാതെ നമ്മൾ ചെയ്ത തൂക്കമുള്ള ഒരു അമൽ നമുക്കുണ്ടോ? മഹാനായ നാഫിഅ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൗലയാണ്. അദ്ദേഹം കരയുകയാണ്. ആളുകൾ ചോദിച്ചു, മാ യുബ്കീക് നാഫിഅ, എന്താണ് നിങ്ങളുടെ കണ്ണ് നനക്കുന്നത്? എന്താണ് നിങ്ങൾ കരയാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ മറുപടി, എന്നെ കരയിപ്പിച്ചത് സഅദ് ഇബ്നു മുആദാണ്, എന്റെ കണ്ണ് നനച്ചത് സഅദ് ഇബ്നു മുആദാണ്. വദഗ്തത്തുൽ ഖബർ, ഖബറിന്റെ ഇടുക്കമാണ് എന്റെ കണ്ണ് നനച്ചിട്ടുള്ളത്. അപ്പൊ സഅദ് ഇബ്നു മുആദിനെ പറ്റി ആലോചിച്ചതാണ്. ആലോചന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 5 കൊല്ലം ജീവിച്ച സ്വഹാബി, 5 കൊല്ലം മാത്രം, അത്രേ കിട്ടിയിട്ടുള്ളൂ. 10, 20, 30, 40 കൊല്ലം ഇസ്ലാമിൽ ജീവിക്കാൻ അവസരം കിട്ടിയവരെ 5 കൊല്ലേ സഅദ് ഇബ്നു മുആദിന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 5 കൊല്ലത്തെ അമല് കൊണ്ട് അള്ളാന്റെ അർശ് പ്രകമ്പനം കൊണ്ടു. 5 കൊല്ലത്തെ ഇസ്ലാമിലെ അമല് കൊണ്ട് അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു.
ഈ ആകാശഭൂമി മഹാപ്രപഞ്ചം അത് മുഴുവൻ ഒരു മോതിരത്തിന്റെ വലിപ്പാണ്. മരുഭൂമിയോളം വിശാലമാണ് അള്ളാഹുവിൻ്റെ കുർസി. കുർസിയും അർശും തമ്മിലുള്ള വ്യത്യാസം ആ മോതിരത്തിന്റെ വലിപ്പമാണ് കുർസി. മരുഭൂമിയോളം വിശാലമാണ് അള്ളാഹുവിൻ്റെ അർശ്. അർശു പ്രകമ്പനം കൊണ്ടു ഒരു സ്വഹാബിയുടെ അമലിന്റെ തൂക്കം കൊണ്ട് ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു. മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജനാസ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ പങ്കെടുത്തു. ആ സ്വഹാബിയെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബ, ഖബറിനിടുക്കമുണ്ട്, ഖബറിനിടുക്കമുണ്ട്. ആരെയെങ്ങാനും ഖബർ വെറുതെ വിടുമായിരുന്നുവെങ്കിൽ എന്റെ സഅദിനെ ഖബർ വെറുതെ വിടണമായിരുന്നു. ലൗ നജാ സഅദ്, സഅദ് രക്ഷപ്പെടണമായിരുന്നു. സഅദിനെ പോലും ഖബർ അണച്ചുപൂട്ടിയിട്ടുണ്ട്. നാഫി ആലോചിക്കുകയാണ്, ആ സഅദ് ഇബ്നു മുആദിന്റെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ഖബറിന്റെ ഇടുക്കം എന്താണ്? എൻ്റെ ഖബറിൽ ആദ്യ രാത്രി എന്താണ്? അവരാൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒറ്റക്കായി, അവരുടെ കളിതമാശകളിൽ നിന്ന് അവരൊറ്റക്കായി, അവർ കാര്യത്തിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത നമ്മളെ അലട്ടിയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പരലോകമെന്ന് കേട്ടപ്പോൾ നമ്മുടെ മുൻഗാമികൾ അവർ സകലതും മറന്നു. ജാ അറാബിയുൻ ഇല ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വരുന്നു. അറാബിയാണ്. ഫഖാൽ, അയാൾ പറഞ്ഞു, യാ ഉമർ അൽ ഖൈർ ജുസീതൽ ജന്ന ഉക്സു ബുനയ്യാതി വ ഉമ്മഹുന്ന. ഉമർ, പട്ടിണിയാണ്, പ്രയാസമാണ്. ഭാര്യയും മക്കളും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. ഉമർ, എൻ്റെ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ വസ്ത്രം നൽകണം. നിങ്ങൾ ഭരണാധികാരിയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല ഉമർ, അവർക്കൊരു വസ്ത്രം നിങ്ങൾ നൽകണം. ഉമർ റളിയല്ലാഹു തആല തിരിച്ച് ചോദിച്ചു, ഫഇൻ ലം അഫ്അൽ യകൂനു മാദാ? ഞാൻ നൽകുന്നില്ല എങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അഖ്സിം ബില്ലാ ലതഫ്അലന്ന. അള്ളാഹു തന്നെയാണ് സത്യം ഉമർ, നിങ്ങളത് ചെയ്യണം. നിങ്ങൾ നൽകിയില്ല എങ്കിൽ ഇദൻ അബാ ഹഫ്സിൻ ലഅദ്ഹബന്ന. ഒരു മൽപ്പിടുത്തത്തിലൂടെ വാങ്ങാനുള്ള കരുത്തെനിക്കില്ലല്ലോ ഉമർ. ശക്തി കാണിച്ച് അത് പിടിച്ചെടുക്കാനുള്ള കഴിവെനിക്കില്ലല്ലോ ഉമർ. അബു ഹഫ്സ്, ഉമർ, ഞാൻ തിരിച്ചു പോകും. ഉമർ റളിയല്ലാഹു തആല വീണ്ടും ചോദിക്കുന്നു, ഫഇദാ ദഹബ്ത യകൂനു മാദാ? നിങ്ങൾ തിരിച്ചുപോയി, ഉമറിന് എന്ത് നഷ്ടം? നിങ്ങൾ തിരിച്ചുപോയാൽ ഉമറിന് എന്താണ്? അറാബിയുടെ മറുപടി, യകൂനു അൻ ഹാലി ലതസ്അലന്ന. എൻ്റെ അവസ്ഥയെപ്പറ്റി ചോദിക്കുന്നൊരു ദിവസമുണ്ട്. ഉമർ, ഞാൻ തിരിച്ചുപോയാൽ എന്ത് എന്നല്ലേ ഉമറെ നിന്റെ ചോദ്യം? എൻ്റെ അവസ്ഥയെപ്പറ്റി ഉമറെ നിന്നോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ഇലൽ ജന്ന. ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ ആളുകളെ വേർതിരിക്കുന്ന ദിവസത്തിൽ ഉമറെ, ആ സ്വർഗ നരകത്തിന്റെ ഇടയിൽ എന്നെ നിങ്ങൾക്ക് കാണാം. അല്ലാഹ് ചോദിക്കും ഉമറെ എൻ്റെ അവസ്ഥയെപ്പറ്റി. ഫബക ഉമർ, ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു. ഹത്താ അഖ്ലല ലിഹ്യ, താടി നനയാൻ തുടങ്ങി. സുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഗുലാം, അവിടെയുള്ളൊരു വൃത്യനെ വിളിച്ചു. അഅതിഹി ഖമീസി, ധരിച്ച ഖമീസ് ഉമർ ഊരി. ധരിച്ചിരുന്ന ഖമീസ് ഉമർ റളിയല്ലാഹു തആല ഊരി ആ മനുഷ്യന്റെ കൈകളിലേക്ക് നൽകി. ഹാദാ ലിദാലിക്കൽ യൗം. ഉമർ ഈ ഖമീസ് നൽകുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അമാ വല്ലാഹ് ലാ അംലികു ഗൈറ. അല്ലാഹു തന്നെയാണ് സത്യം, ഈ ഖമീസ് അല്ലാത്ത ഒന്നും ഉമർ ഉടമപ്പെടുത്തിയിട്ടില്ല. ഇതല്ലാത്തൊരു ഖമീസ് ഉമർ ഉടമപ്പെടുത്തിയിട്ടില്ല. ഇത് ഇന്ന് നൽകുന്നത് എന്തിനാണെന്നറിയോ? നാളെ പരലോകത്ത് സ്വർഗ നരകത്തിന്റെ ഇടയിൽ ഉമർ എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു ആറാബി ഉമറിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ വന്നു നിൽക്കരുത്. അതിനാണ് ഉമർ നൽകുന്നത് എന്ന് പറഞ്ഞ് ആ ധരിച്ച ഖമീസ് ഊരി നൽകുന്ന ഉമർ റളിയല്ലാഹു തആല നമുക്ക് കാണാൻ കഴിയും. അവര് പേടിച്ചു ആ ദിവസത്തെ. ആ ദിവസത്തെ പറ്റി ധാരാളമായി ആലോചിച്ചു. അവർക്കതൊരു തമാശയായിരുന്നില്ല, അവർക്കതൊരു ട്രോളായിരുന്നില്ല. അവരുടെ പേടിയായിരുന്നു പരലോകം.
ആ പരലോകത്തെ അമലുകളെ കുറിച്ച് ആലോചിച്ചവര് സങ്കടപ്പെട്ടു. നമുക്ക് തോന്നുന്നത് ധാരാളം അമലുകളുണ്ട് എന്നാണ്. ശൈത്താൻ നമ്മളെ പിടികൂടുന്നൊരു രൂപം ഒന്നുകിൽ നന്മയിൽ നിന്ന് പിറകോട്ട് വലിക്കും. നിസ്കാരത്തിനെത്തൂല, ജമാഅത്തിനെത്തൂല. രണ്ടാമത്തെ രൂപം എന്താണെന്നറിയോ? നമ്മൾ പള്ളിയിലെത്തിയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കും, സെക്രട്ടറി എത്തിയിട്ടില്ല, ഇന്നാൾ എത്തിയിട്ടില്ല, അപ്പം ഞാൻ കുറച്ച് ഉഷാറാണ്, ഞാൻ തരക്കേടില്ല. ഉജുബ്. നമ്മുടെ അമലുകൾ നമുക്ക് വലുതായി തോന്നുക. ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യമൊക്കെ പ്രവർത്തിക്കുന്നു. ഇത് ശൈത്താന്റെ അമലാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തിക്കുന്നു, ഒരുപാടായി എന്ന് തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. നമ്മുടെ മുൻഗാമികൾക്ക് അത് തോന്നിയിട്ടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണാസന്നമായി കിടക്കുകയാണ്. ആരാണ് അബൂ ഹുറൈറ? സ്വഹാബികളിൽ ആരാണ് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 5374. 4000 ഹദീസ് റിപ്പോർട്ട് ചെയ്ത വേറൊരു സ്വഹാബി ഉണ്ടോ? ഇല്ല. 3500 ഹദീസ് റിപ്പോർട്ട് ചെയ്ത വേറൊരാളുണ്ടോ? 5000-ലധികം ഹദീസുകൾ എങ്ങനെ കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നു. ഇസ്ലാം സ്വീകരിച്ച് കുറച്ചു കാലേ റസൂലുള്ളാഹിയെ കിട്ടിയിട്ടുള്ളൂ. കൂടെ ചേർന്ന് നിന്നു. മസ്ജിദുൻ നബവിയിൽ സ്വഹാബത്ത് നിസ്കരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് ഓടിച്ചെല്ലുമ്പോൾ താഴെ കിടക്കുന്ന അബൂ ഹുറൈറയെ കാണും. അബൂ ഹുറൈറ, എന്താണ് അസുഖം? എന്താണ് രോഗം? രോഗമല്ല, അസുഖവുമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളല്ല. അബൂ ഹുറൈറയെ ബോധം കെടുത്തി താഴെ വീഴ്ത്തിയത് പട്ടിണിയാണ്, വിശപ്പാണ്, ദാരിദ്ര്യമാണ്. ദീനു പഠിക്കാൻ, വിജ്ഞാനം പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്ന കാരണത്താൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ മസ്ജിദുൻ നബവിയിൽ എത്ര തവണയാണ് അദ്ദേഹം ബോധം നഷ്ടപ്പെട്ടു വീണത്. ഒട്ടിയ വയറുമായി മസ്ജിദുൻ നബവിയിൽ ആ മണലിനോട് ചേർന്ന് കിടക്കുന്ന അബൂ ഹുറൈറയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. മരിക്കാൻ നേരത്ത് കരയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കാണ്, എന്തിനാണ് കരയുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു സുദീർഘമായ യാത്രക്കാണ് നിൽക്കുന്നത്, അവസാനിക്കല്ല. നമ്മൾ പലരും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്, മരിക്കുന്നതോടുകൂടെ കഴിഞ്ഞു, അവസാനിച്ചു. ഒന്നും അവസാനിക്കില്ല കൂട്ടരെ, ഒന്നും അവസാനിക്കില്ല. ഒരു ദിവസവും നഷ്ടപ്പെടില്ല. കടന്നുപോയ ഓരോ പ്രഭാതങ്ങളും ഓരോ പ്രദോഷങ്ങളും നാളെ പരലോകത്ത് കൊണ്ടുവരും. സുദീർഘമായൊരു യാത്രക്കാണ് അബൂ ഹുറൈറ തയ്യാറായി നിൽക്കുന്നത്. വഖില്ലത്തു സാദി, കൊണ്ടുപോകാൻ ഒന്നുമില്ല. ആ യാത്രയിൽ കൂടെ കരുതാൻ ഞാൻ എൻ്റെ അമലുകളുടെ തൂക്കം നോക്കുമ്പോൾ അബൂ ഹുറൈറയുടെ കയ്യിൽ ഒന്നും കാണുന്നില്ലല്ലോ. അതാണ് അദ്ദേഹത്തെ കരയിപ്പിക്കുന്നത്. ഈ ദുനിയാവിൻ്റെ നിസ്സാരത തിരിച്ചറിയൽ എപ്പോഴാണെന്നറിയോ? മരണാസന്നമായി കിടക്കുമ്പോഴാണ്. ഇപ്പൊ നമുക്കത് വലുതായി തോന്നും. ദുനിയാവ് വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും. ഇത് ചെറുതാണ്, നിസാരമാണ് എന്ന് തിരിച്ചറിയൽ മരണത്തെ കാണുമ്പോഴാണ്. നമ്മുടെ നിസാരത തിരിച്ചറിയും. മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും, എന്തൊരാശ്വാസം, എല്ലാ മക്കളും ഉണ്ടായിരുന്നു, മൂത്ത മകനും എത്തി, ചെറിയ മകനും എത്തി, ചെറിയ മകൾ വെള്ളം കൊടുത്ത് അത് കുടിച്ചിട്ടാണ് വാപ്പ മരിച്ചത്, അത് കുടിച്ചിട്ടാണ് ഉമ്മ മരിച്ചത്. ഇതൊക്കെ നമ്മൾ സമാധാനിക്കാൻ കണ്ടെത്തിയ ന്യായങ്ങളെന്നല്ലാതെ മരണപ്പെടുന്ന മനുഷ്യൻ അതുകൊണ്ട് എന്ത് കാര്യം? മരണത്തെ കൺമുന്നിൽ കാണുന്ന മനുഷ്യന്റെ അരികിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഒരുമിച്ചു കൂടിയാലും ആ മനുഷ്യൻ എന്ത് നേട്ടം? വഖീല മൻ റാഖ്, ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? ആ വേളയിൽ ആശ്വാസം പകരാൻ ആർക്ക് കഴിയും? അമലുകളുണ്ടോ? കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നമായി കിടക്കുന്ന സമയത്ത് മകൻ ഇബ്നു ഉമറിന്റെ മടിത്തട്ടിലാണ് തല വെച്ചിട്ടുള്ളത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു ഉമർ, ഉപ്പയുടെ കവിൾ മണ്ണിലേക്ക് വെക്ക്, മടിത്തട്ടിന്ന് എടുത്തിട്ട് നിലത്തു വെക്ക്. ഇബ്നു ഉമർ ഖത്താബിന്റെ മുഖം
കവിള് മണ്ണിൽ വെക്കാൻ. മണ്ണിൽ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വൈലുല്ലി ഉമർ, വൈല ഉമർ, ഉമറിൻ്റെ കാര്യം പ്രയാസമാണ്, ഉമറിൻ്റെ കാര്യം പ്രശ്നമാണ്. എന്തിനാണ് ഈ മണ്ണിൽ ഉമറിൻ്റെ കവിൾത്തടം വെക്കാൻ പറഞ്ഞതെന്നറിയോ? വെറും മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കണ്ടുകൊണ്ടെങ്കിലും അള്ളാഹുവിന് ഉമറിനോട് കാരുണ്യം തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഒരു അവസ്ഥ കണ്ടിട്ടെങ്കിലും പടച്ചോന് ഉമറിനോടൊന്ന് കാരുണ്യം തോന്നിയിരുന്നെങ്കിൽ, അള്ളാഹുവിന് ഉമറിനോടൊരു പാവം തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്നുമില്ല എന്നാണ് അവർ കരുതിയത്. അവരുടെ അമലിന്റെ തൂക്കം എത്രയാണ്. രാത്രി വേഷം മാറി ഒരു പെണ്ണിന്റെ വൃദ്ധയുടെ വീട്ടിൽ ചെന്ന്, രക്തബന്ധമില്ല, കുടുംബബന്ധമില്ല, ഒന്നുമില്ല, ആരാണെന്നറിയാത്തൊരു വൃദ്ധയുടെ അരികിൽ ചെന്ന് അവരുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കുന്ന, അവർക്കുള്ള ഭക്ഷണം ഒരുക്കുന്ന, അവരുടെ വസ്ത്രമലക്കുന്ന, എല്ലാം ചെയ്ത് ആരാണെന്ന് പോലും പറയാതെ തിരിച്ചു നടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു പെണ്ണിന്റെ പ്രസവവേദന സഹിക്കുന്നു എന്നറിയുമ്പോൾ ഭാര്യ ഉമ്മു കുൽസൂമിന്റെ കയ്യും പിടിച്ച് ആ പെണ്ണിന്റെ പ്രസവമെടുത്ത് തിരിച്ചു നടക്കുമ്പോൾ ഉമ്മു കുൽസൂം വിളിച്ചു പറയുന്നുണ്ട്, ഇതാ നിങ്ങളുടെ ചങ്ങാതിയോട് പറയൂ, ഒരു ആൺകുഞ്ഞു പിറന്നിരിക്കുന്നു. ആ കൂട്ടുകാരൻ ചേർത്തു പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയേക്കാൾ എത്രയോ മഹാനാണ് നിങ്ങൾ, ഞാനാണ് ഉമർ, ഞാനാണ് അമീറുൽ മുഅ്മിനീൻ എന്നുപോലും പറയാതെ പുഞ്ചിരി തൂകി തിരിച്ചു നടക്കുന്ന ഉമർ ബിൻ ഖത്താബിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. എത്ര കനമുണ്ട് ആ അമലുകൾക്ക്, എത്ര തൂക്കമുണ്ട്. ഉറക്കല്ല. ചില സ്വഹാബികൾ ഉപദേശിച്ചു, ഉമർ നിങ്ങൾ ഉറങ്ങൂ, ശരീരത്തോട് ബാധ്യതയില്ലേ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? ഉമർ പകലുറങ്ങിയാൽ പ്രജകളുടെ കാര്യം ആര് നോക്കും? ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തല്ലേ, അമാനത്തില്ലേ ജനങ്ങളുടെ കാര്യം? ഉമർ രാത്രി ഉറങ്ങിയാൽ ഉമറിന്റെ കാര്യം ആര് നോക്കും? അള്ളാന്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് ഉമറിന്റെ കാര്യങ്ങൾ പറയണ്ടേ? ഉമറിന്റെ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ കഴുകിക്കളയണ്ടേ? രാത്രി ഉമർ കിടന്നാൽ ഉമറിന്റെ കാര്യം ആര് നോക്കും? തലയിണയാക്കി മരച്ചുവട്ടിൽ പള്ളിയിൽ വടിയോരങ്ങളിൽ കിടന്നുറങ്ങിയ ഇസ്ലാമിക രാജ്യത്തിലെ ഭരണാധികാരി മരണാസന്നമായി കിടക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ കൈകളിൽ അമലുകളില്ല. എങ്കിൽ നമ്മുടെ കൈകളിൽ എന്താണുള്ളത്? നമ്മുടെ തൂക്കം എന്താണ്? നമ്മുടെ അമലുകൾ എന്താണ്? വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കുക. അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ മുൻഗാമികളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ അവരെ മറപ്പിച്ചിട്ടില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉതിയ ബിത്വആം വകാന സായിമ, നോമ്പുകാരനാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം മുന്നിലേക്കെത്തി. വിഭവസമൃദ്ധമായ ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല സ്വഹാബികളെ കൂട്ടത്തിലെ വലിയ ധനാഢ്യനാണ്. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച, ബഹ്റൈനിൽ നിന്ന് വർഷത്തിൽ 2 തവണ സമ്പത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തുമായിരുന്നു. അത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായി. ചരിത്രം പറയുന്നത് അബ്ദുറഹ്മാൻ ഒന്ന് മണ്ണ് പാകിയാൽ, മണ്ണൊന്ന് മാറ്റിയാൽ അതിൻ്റെ താഴെ സ്വർണമുണ്ടാകും എന്ന് പറഞ്ഞാൽ അത്ര ബിസിനസ്സിൽ ബറക്കത്ത് ലഭിച്ച, സമ്പത്തിൽ അനുഗ്രഹം ലഭിച്ച വ്യക്തി. ഒന്നുമില്ലാത്ത ഇന്നലകൾ അദ്ദേഹം ആലോചിക്കുകയാണ്. മുന്നിൽ നല്ല ഭക്ഷണം കണ്ടപ്പോൾ ഇന്നലകളിലെ ദാരിദ്ര്യം ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ, എൻ്റെ മുസ്അബ് കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു. വഹുവ ഖൈറും മിന്നി, മുസ്അബ് എന്നേക്കാൾ ഖൈറായ വ്യക്തിയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനേക്കാൾ ഖൈറായ വ്യക്തിയല്ല. അവരുടെ വിനയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലുള്ള സ്വഹാബിയാണ്. അതിൽ മുസ്അബ് ഇല്ല. പക്ഷെ പറയുന്നു നോക്ക്, എന്നേക്കാൾ വഹുവ ഖൈറും മിന്നി, എന്നേക്കാൾ ഖൈറാണ്. കുഫിന ഫീ ബുർദ, ഒരു പുതപ്പിലാണ് മുസ്അബിനെ മറവ് ചെയ്തത്. അതും സ്വന്തമല്ല. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് 2 കഫൻ പുടവ ഉണ്ടായിരുന്നു. പെങ്ങൾ കൊണ്ടുവന്ന ഒരു കഫൻ പുടവ കൂടെ. ആ കഫൻ പുടവയാണ് മുസ്അബിന് വേണ്ടി ഒരുക്കിയത്.
ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന മുസ്അബ് ഒരു തുണിയുമായി കാലിൽ ഇദ്ഹർ പുല്ലും കെട്ടിയിട്ടാണ് മുസ്അബിനെ മറവ് ചെയ്തത്. ഖുതില ഹംസ മരണപ്പെട്ടു. വഹുവ ഖൈറും മിന്നി, എന്നേക്കാൾ ഖൈറായവനാണ് അദ്ദേഹം. വഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ സുമ്മ ജഅല യബ്ഖി ഹത്താ തറക തുആം. അല്ലാഹ് ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ അബ്ദുറഹ്മാന് നൽകി. അബ്ദുറഹ്മാൻ ചെയ്ത അമലുകൾക്കെല്ലാം ദുനിയാവിൽ തന്നെ നൽകി. ആഖിറത്തിൽ അല്ലാഹ് പരീക്ഷിക്കുമോ എന്നാലോചിച്ച് അദ്ദേഹം കരഞ്ഞുകൊണ്ടു പോവുകയാണ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ദഅ്വാ രംഗത്തുണ്ടായിരുന്നൊരു സഹോദരൻ, നല്ല ആരോഗ്യമുണ്ട്, നല്ല കഴിവുണ്ട്. രാത്രി മഴ കൊണ്ട് വന്ന് കിടന്നു. മഴ കൊണ്ടതുകൊണ്ടല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അരയുടെ താഴെ ചലനമില്ല. ചെന്ന് കാണുമ്പോൾ കയ്യിലൊരു വടിയെടുത്ത് കാല് ആ വടി കൊണ്ട് നീക്കുന്ന അവസ്ഥ. 40 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ, ഇന്നലെ വരെ നമ്മളെപ്പോലെ ഓടിച്ചാടി നടന്ന, നമ്മളെപ്പോലെ ദഅ്വാ രംഗങ്ങളിൽ ഉണ്ടായിരുന്നൊരു സഹോദരൻ, കയ്യിൽ ഒരു വടിയെടുത്തിട്ട് കാലിങ്ങനെ നീക്കി വെക്കാൻ. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമ്പോഴാണ് അതിൻ്റെ വില അറിയുക. പള്ളിയിൽ കരയുന്നൊരു വൃദ്ധനായൊരു മനുഷ്യൻ്റെ ഒരു കഥ വായിച്ചു. ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, ഇക്ക, ഏതായത്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? ഏതായത്താണ് ഇപ്പോൾ കരയാനുള്ള കാരണം? അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു ആയത്തും അല്ല, ഒരു ആയത്തും എൻ്റെ കണ്ണ് നനപ്പിച്ചിട്ടില്ല. ഓതാൻ കഴിയുന്നൊരു കാലുണ്ടായിരുന്നു, അന്ന് ഓതിയിട്ടില്ല, അന്ന് മുസ്ഹഫ് തുറന്നിട്ടില്ല. ഇന്നതാ എനിക്ക് സമയമുണ്ട്, മുസ്ഹഫ് ഞാൻ തുറന്നു വെക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൽ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ പതിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല, ഓതാൻ കഴിയുന്നില്ല. കൊതിയുണ്ട്, ആഗ്രഹമുണ്ട് പള്ളിയിൽ ആളുകൾ ഓരുന്നത് കാണുമ്പോൾ, വായിക്കുന്നത് കാണുമ്പോൾ. പക്ഷേ ഒരു അക്ഷരം പോലും വായിക്കാൻ കഴിയാതെ ഞാൻ ഇരിക്കുകയാണല്ലോ. നമ്മുടെ കാഴ്ച മങ്ങും, ശരീരം ദുർബലമാകും, രോഗികളാകും, മരുന്ന് നമ്മുടെ സഹചാരിയാകും. നിന്ന് നമസ്കരിക്കാൻ കൊതി ഉണ്ടാകും, നിൽക്കാൻ കഴിയില്ല, സുജൂദിൽ പോകാൻ കഴിയില്ല, ഒരു കസേര വേണ്ടി വരും. ആരോഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുക. മദീന യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിൽ പോകാൻ കഴിയാത്ത ഗസയിലെ വിദ്യാർത്ഥികളുണ്ടവിടെ, ഫലസ്തീനിലെ വിദ്യാർത്ഥികളുണ്ടവിടെ. തകർന്ന വീടിങ്ങനെ ചൂണ്ടി ആ ഫോട്ടോ അതിങ്ങനെ കാണിച്ചിട്ട്, ഇതിലെവിടെയോ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, ഇതിലെവിടെയോ എൻ്റെ ഉപ്പയുണ്ടായിരുന്നു, ഈ തകർന്ന കൂരകൾക്കിടയിൽ എവിടെയോ എൻ്റെ കൊച്ചനുജനും അവൻ്റെ കളിപ്പാട്ടങ്ങളുമുണ്ട്, എൻ്റെ കൊച്ചു പെങ്ങളും അവളുടെ കളിപ്പാട്ടങ്ങളുമുണ്ട് എന്ന് പറയുന്ന ആകാശത്തിന് ചുവട്ടിലെല്ലാം നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരുണ്ടവിടെ. നമ്മൾ അനുഗ്രഹമുള്ള ഒരു നാട്ടിൽ, പ്രബോധനത്തിന് സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ, എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി കാണിക്കണം എന്നത് ആലോചിക്കുക. ഇതുപോലൊരു പള്ളി എത്ര ആളുകൾ ആഗ്രഹിക്കുന്നു, ഇതുപോലൊരു സംവിധാനം എത്ര ആളുകൾ കൊതിക്കുന്നു. ഈ അനുഗ്രഹങ്ങളും ഈ സംവിധാനങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഇത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പുതിയ തലമുറയുടെ വിഷയം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും വിദ്യാർത്ഥികൾക്കിടയിൽ എത്രത്തോളം പ്രവർത്തിക്കണം എന്നതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ബദറിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു സമയമാണ്. ഹാരിസ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനാണ്. ഇബ്നു സുറാഖ റുബയ്യ റളിയല്ലാഹു തആല അൻഹയുടെ മകനാണ്. ഹാരിസ ബദറിന് മുമ്പേ മരണപ്പെടുന്നുണ്ട്. ബദർ കഴിഞ്ഞ് സ്വഹാബികളൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരു ഉമ്മ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, വരുന്നത് ഹാരിസ റളിയല്ലാഹു തൻ്റെ ഉമ്മയാണ്, റുബയ്യ റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിൻ്റെ റസൂലെ,
എൻ്റെ മകൻ എനിക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്കറിയില്ലേ? എൻ്റെ മകൻ എനിക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്കറിയില്ലേ? സ്വർഗമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ക്ഷമിക്കും, എൻ്റെ കുട്ടിക്ക് സ്വർഗം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കും. അല്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള ചോദ്യം, യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ ഉമ്മ ഒരു സ്വർഗമാണെന്നാണോ അങ്ങ് കരുതുന്നത്? ഹാരിസയെ കാത്തിരിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസ് ആണ്. ബദറിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മകന്റെ സ്വർഗത്തിന്റെ വിഷയമാണ് ഉമ്മയുടെ പരാതി. മകൻ മരണപ്പെട്ടതല്ല, മകൻ മരിച്ചതല്ല വിഷയം. എൻ്റെ കുട്ടിക്ക് സ്വർഗം ഉണ്ടാവുമോ? സ്വർഗത്തിലെത്തോ എൻ്റെ മകൻ? നമ്മുടെ മക്കളുടെ സ്വർഗത്തിന്റെ വിഷയം നമ്മുടെ വിഷയമാണ്. നമ്മുടെ മക്കൾക്ക് സ്വർഗം വേണം, നമുക്ക് സ്വർഗം വേണം. സ്വർഗത്തിന്റെ വഴിയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതിന് നന്മയുടെ പരിസരം നമ്മൾ ഒരുക്കണം. അവരുടെ ചങ്ങാതിമാർ സുഗന്ധം പരത്തുന്ന ചങ്ങാതിമാരാകണം. അതിനെന്തു വേണം? അങ്ങനെയുള്ള ചങ്ങാതിമാരെ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. പള്ളിയിൽ അങ്ങനെ നമ്മുടെ മക്കളെ ഒരുമിച്ചിരുത്തണം. അവർക്കായുള്ള ഇഫ്താറുകൾ ഉണ്ടാകണം, അവർക്കായുള്ള സംഗമങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കളെ ഒരു നന്മയുടെ വളയത്തിനുള്ളിൽ നമ്മൾ ചേർത്ത് നിർത്തണം. അതിന് വേലി കെട്ടേണ്ടത് നമ്മളാണ്. എല്ലാ അവസരങ്ങളും തുറന്നു കൊടുത്ത് കേൾപ്പിക്കേണ്ട പ്രായത്തിൽ കേൾപ്പിക്കാതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പലപ്പോഴും അവസ്ഥ അങ്ങനെയാണ്. ഒരു ദീനി സദസ്സിലേക്ക് വിളിച്ചാൽ അവന് ട്യൂഷൻ, അവന് മറ്റു തിരക്കുകൾ, അവന് മറ്റു പ്രയാസങ്ങൾ. കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിലും പാരൻസാണ് 100 കാരണങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കാതിരിക്കുന്നത്. പിന്നീട് ലഹരിയിലേക്ക് പോയി, മറ്റ് അപകടങ്ങളിലേക്ക് പോയി. ഇന്ന ഉസ്താദിനെ കിട്ടോ, ഇന്ന ഫാക്കൽറ്റിയെ കിട്ടോ, ഒരു കൗൺസിലറെ കിട്ടോ എന്ന് ചോദിച്ച് പിന്നെ സമയം ചോദിച്ച് നമ്മൾ പിറകെ നടക്കാൻ. കേൾപ്പിക്കേണ്ട സമയത്ത് നമ്മൾ കേൾപ്പിക്കുന്നില്ല, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കുന്നില്ല, ഒന്നിച്ചിരുത്തേണ്ട സമയത്ത് ഒന്നിച്ചിരുത്തുന്നില്ല. അതുകൊണ്ട് ബോധപൂർവം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകണം. നമ്മൾ ഉണ്ടാക്കിയ ഈ പള്ളി ഇത് ഏറ്റെടുത്ത് നടത്താൻ ഒരു അടുത്ത തലമുറയുണ്ടാകണം. നമ്മൾ തുടങ്ങി വെച്ച നന്മകൾ അത് ഏറ്റെടുക്കാൻ ദീനിനെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറയുണ്ടാകണം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് കൂടെയാണ്. നമ്മുടെ മക്കൾക്ക് ജീവിക്കാനുള്ള ഒരു നന്മയുടെ പരിസരത്തെ, ഒരു നന്മയുടെ ഭൂമികയെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അതിനാണ് നമ്മൾ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഓരോ യൂണിറ്റുകളിൽ നിന്നും ബസ് നമ്മൾ തയ്യാറാക്കി മെയ് 11-ാം തീയതി ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണയിലെ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ക്യാപ്ഷനിൽ നമ്മൾ നടത്തുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവുകയാണ്. എന്തിന്? ഒരു നല്ല നാളെ സൃഷ്ടിക്കാൻ. ഒരു പോലീസുകാരൻ അനുഭവം പങ്കുവെച്ചത് ജയിലുകൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ള ഇനി ജയിലിലേക്ക് ആളെ വിടണ്ട. ചെറിയ കുറ്റവാളികൾ അവിടെ എത്തി കൊടും കുറ്റവാളികളായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ. അദ്ദേഹം റെയ്ഡിന് പോയ സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് രാത്രി മകൻ വീട്ടിൽ കിടക്കുന്നില്ല, പകരം വീടിന്റെ പുറത്ത് ഒരു കുഴി കുഴിച്ച് അതിൽ കിടക്കാണ്. നായയും മറ്റു മൃഗങ്ങളും കിടക്കുന്നത് പോലെ ലഹരി കുത്തിക്കയറ്റിയിട്ട് മനുഷ്യനാണ് എന്നുപോലും മറന്ന് മണ്ണ് കുടിച്ച് ആ മണ്ണിൽ കിടന്നുറങ്ങുന്ന ഒരു തലമുറയെ തിരിച്ചെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ജിഹാദാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൗത്യ നിർവഹണമാണ്. ആ ദൗത്യ നിർവഹണമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കാനിരിക്കുന്നത്. നമുക്ക് ലഹരിയിൽ നിന്ന്, ഈ തോന്നിവാസങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ തിരിച്ചു വിളിച്ച് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ധർമ്മബോധമുള്ള, രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നല്ല പൗരന്മാരെ, നല്ല മക്കളെ, ഒരു നല്ല സമൂഹത്തെ ഉയർത്തിയെടുക്കുക എന്ന വലിയ ദൗത്യ നിർവഹണത്തിലാണ് നമ്മളുള്ളത്. അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ദൗത്യമാണെന്ന തിരിച്ചറിവോടുകൂടെ
ഇത്തരം നന്മയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിങ്ങൾ ഉണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ, പരിശുദ്ധ റമദാനിലെ നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരമൊരു സംവിധാനം ഇതിന്റെ പിന്നിൽ വന്നതിൽ ഒരുപാട് ആളുകളുടെ ത്യാഗങ്ങൾ ഉണ്ടാകും. അള്ളാഹു അവരിൽ നിന്നെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾക്ക് തൗഹീദെത്താൻ, ദീനെത്താൻ ഈ ഒരു സംവിധാനത്തെ കാരണമാക്കി തീർക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം പ്രദാനം ചെയ്യണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഐക്യം പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.